നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സന്ധ്യാദീപം. ശബരിമല സന്നിധാനത്തെ 18 പടികൾ മഹത്തായ ആശയത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, പ്രാണങ്ങൾ 5, അന്ധകരണം 2 ചേർന്ന സൂക്ഷ്മ ശരീരം 17, അജ്ഞാനരൂപമായ കാരണശരീരം 1 ചേർന്ന് 18 പടികളെയും അതിക്രമിക്കുമ്പോഴാണ് പരമാത്മദർശനത്തിലേക്ക് ഒരു ഈശ്വര അന്വേഷകൻ ഉയരുന്നത്. ഇതല്ല പരമമെന്ന തിരിച്ചറിവാണ് അതിക്രമിക്കലിനു കാരണം. ഇതല്ലെങ്കിൽ പിന്നെ എന്താണ് പരമമായ സ്വരൂപം എന്ന അന്വേഷണം സാധകനെ മുന്നോട്ട് നയിക്കുന്നു. 18 പടികളെയും അതിക്രമിച്ച് ശാസ്താവിൻ്റെ സന്നിധാനത്തിലെത്തുന്നതോടെ ഭക്തന് അഥവാ അന്വേഷകന് ഈശ്വര ദർശനം ലഭിക്കുന്നു. ജീവേശ്വരൈക്യമാകുന്ന പരമമായ വേദാന്തസാരത്തെ ജ്ഞാനമുദ്രയെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ധർമ്മശാസ്താവിൻ്റെ ദിവ്യവിഗ്രഹം. ഈ ദർശന സൗഭാഗ്യത്തോടെ പുണ്യപാപാത്മകമായ കെട്ടുപാട് അഴിയുകയായി. പരമപ്രേമത്തിൻ്റെ ആത്മാർപ്പണമായി താൻ കൊണ്ടുവന്ന നെയ്യ് കർമ്മഫലത്തിൻ്റെ ശ്രീഫലം പൊട്ടിച്ച് ഭഗവാനിൽ അഭിഷേകം ചെയ്തും സാധകൻ ആത്മനിവേദനാസക്തി എന്ന പരാഭക്തിയുടെ പരമതലത്തിലേക്കുയർന്ന് ഭഗവാനുമായി ഏകീഭവിക്കുന്നു. തുടർന്ന് നമുക്ക് ഗുരുവചനം കേൾക്കാം. സത്യം അസത്യത്തേക്കാൾ എത്രയോ മടങ്ങ് തൂക്കമുള്ളതാണ്. നന്മയും അപ്രകാരം തന്നെ. ഇവ രണ്ടുമുണ്ടെങ്കിൽ അവയുടെ വെറും തൂക്കം കൊണ്ടുതന്നെ നിങ്ങൾക്ക് മുന്നോട്ടു പോകാം. അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദ ലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ചൊല്ലുന്നത് കേൾക്കാം. ധ്യാനാഞ്ജനേന സമവേക്ഷ്യ തമ പ്രദേശം ഭിത്വാ മഹാബലിഭിരീശ്വരനാമ മന്ത്രൈഃ ദിവ്യാശ്രിതം ഭുജഗഭൂഷണമുദ്വഹന്തി യേ പാദപദ്മമിഹ തേ ശിവ തേ കൃതാർത്ഥാഃ. ഇനി ശങ്കര സ്തോത്രാമൃതം. അനേകം ഔഷധക്കൂട്ടുകൾ കൊണ്ടുള്ള കൺമഷി എഴുതുമ്പോൾ കണ്ണിന് തെളിച്ചം കിട്ടുന്നത് പോലെ ധ്യാനമാകുന്ന അഞ്ജനം എഴുതുമ്പോൾ നവ്യങ്ങളായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്നു. മഹാബലയുക്തങ്ങളായ മന്ത്രജപം കൊണ്ട് അജ്ഞാനമായ ആവരണം നീങ്ങി ഭഗവത് പാദ ദർശനം നേടുന്നു. അങ്ങനെയുള്ളവരാണ് കൃതാർത്ഥന്മാർ. ശിവാനന്ദ ലഹരിയിലെ 72 ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് തുടർന്ന് കേൾക്കാം. ശങ്കര സ്തോത്ര കൃതികളിൽ ശിവാനന്ദ ലഹരിയിൽ 72-ാമത്തെ
ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. അവിടെ ആരാണോ ശിവപാദങ്ങളെ നേടുന്നത് അവരാണ് ധന്യന്മാർ അഥവാ കൃതാർത്ഥന്മാർ. ഇതാണ് വിഷയം. ഇവിടെ ഒരു നിധി കണ്ടെത്തുന്ന ആ ഒരു പ്രക്രിയയോട് ഉപമിച്ചിരിക്കുകയാണ് ഭഗവത്പാദങ്ങളെ നേടുന്നതിന്. ധ്യാനാഞ്ജനേന സമവേക്ഷ്യതമപ്രദേശം ഭിത്വാ മഹാബലിഭിരീശ്വരനാമമന്ത്രൈഃ ദിവ്യാശ്രിതം ഭുജഗഭൂഷണമുദ്വഹന്തി യേ പാദപത്മമിഹത്തെ ശിവത്തെ കൃതാർത്ഥാഃ. ഹേ ശിവ, യേ തേ പാദപത്മം ഉദ്വഹന്തി തേ കൃതാർത്ഥാഃ. അല്ലയോ പരമശിവ, ആരാണോ നിൻ്റെ പാദപത്മത്തെ എടുക്കുന്നത്, നേടുന്നത്, അവരാണ് കൃതാർത്ഥന്മാർ. കൃതാർത്ഥന്മാർ ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്തവർ, കൃതകൃത്യന്മാർ. അർത്ഥം, പുരുഷാർത്ഥം ആരാൽ ചെയ്യപ്പെട്ടുവോ നേടപ്പെട്ടുവോ അവർ മുക്തർ, തൃപ്തർ. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഒരു നിധി, ഒരിടത്ത് നിധി ഉണ്ടെന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. വലിയ നിധിക്ക് മുകളിലൂടെ ആയിരിക്കാം നമ്മൾ പലപ്പോഴും സഞ്ചരിക്കുന്നത് പോലും. അപ്പോൾ വിശിഷ്ടമായിരിക്കുന്ന കാഴ്ച, സൂക്ഷ്മമായ ദൃഷ്ടി ലഭിക്കാനുള്ള മാർഗങ്ങളെ അവലംബിച്ച് നവ്യമായൊരു കാഴ്ചയെ നേടുന്നതിനുള്ള വിചാരങ്ങളെ ചെയ്ത് അനന്തരം ആ നിധിയെ മറച്ചിരുന്നതായ ഇരുട്ടിൻ്റെ മറവിനെ നീക്കി മഹാബലത്തോടുകൂടി അവിടെ പ്രവേശിച്ച് അങ്ങനെയാണ് നിധി നേടുന്നത്. അതുപോലെ ഇവിടെ പറയുകയാണ്, ധ്യാനാഞ്ജനേന സമവേക്ഷ്യ. ധ്യാനമാകുന്ന അഞ്ജനം കൊണ്ട്. അഞ്ജനം കൺമഷിയാണ്. ഇപ്പം മഷി കണ്ണിൽ ധരിക്കുമ്പോൾ, വിശിഷ്ടമായ ഔഷധക്കൂട്ടുകളുള്ള കൺമഷി കണ്ണിൽ ധരിക്കുമ്പോൾ സാമാന്യമായ കാഴ്ചയ്ക്ക് ഉപരി നമുക്ക് കാഴ്ച ലഭിക്കുന്നു. നേത്രശക്തി വർദ്ധിക്കുന്നു ഔഷധത്തിൻ്റെ അഞ്ജനം ധരിക്കുമ്പോൾ. അതുപോലെ ധ്യാനമാകുന്ന അഞ്ജനം, ധ്യാനം സകല വൃത്തികളുടെയും ഏകാശ്രയത്വമാണ്. പലതായി പലതിലേക്ക് ഛിന്ന ഭിന്നമായി പോയ വൃത്തികളെല്ലാം ഏകാഗ്രതമമായി ഒന്നിലുറച്ചു നിൽക്കുന്ന അവസ്ഥയാണ് ധ്യാനം. ഇപ്പോൾ പരമശിവ തത്വത്തിൽ അന്തഃകരണം ഉറച്ചു നിൽക്കുന്ന, മറ്റൊന്നിലേക്ക് ഛിന്ന ഭിന്നമായി പോകാത്ത ആ ഒരു സ്ഥിതി ധ്യാനം. അങ്ങനെ ധ്യാനമാകുന്ന അഞ്ജനം കൊണ്ട്, ധ്യാനമാകുന്ന മഷി കൊണ്ട് ഈ ധ്യാനത്തിലൂടെ നവ്യമായ കാഴ്ച നേടുന്നു. അങ്ങനെ സമവേക്ഷ്യ, നല്ലതുപോലെ കണ്ടിട്ട് ഇന്ന സ്ഥലത്ത് നിധിയുണ്ട് എന്ന് തിരിച്ചറിയുന്നത് പോലെ ഭഗവത് പാദത്തെക്കുറിച്ചുള്ള, ഭഗവത് സ്വരൂപത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ലഭിച്ചിട്ട് അനന്തരം തമപ്രദേശം ഭിത്വാ, തമപ്രദേശത്തെ ഭേദിച്ചിട്ട് ആ നിധിയെ കാണുന്നതിന് തടസ്സമായി ഉണ്ടായിരുന്ന ഇരുട്ടിൻ്റെ അടപ്പുകളെ, ആവരണങ്ങളെ ഭേദിച്ചിട്ട്, പൊട്ടിച്ചിട്ട് മഹാബലിഭിഃ ഈശ്വരനാമമന്ത്രൈഃ ദിവ്യാശ്രിതം ഭുജഗഭൂഷണമുദ്വഹന്തി. എങ്ങനെയാണ് ഈ തമപ്രദേശത്തെ ഭേദിക്കുന്നത്? മഹാബലയുക്തങ്ങളായ ഈശ്വരനാമമന്ത്രങ്ങളെ, മഹാബലിഭിഃ ഈശ്വരനാമമന്ത്രൈഃ, വലിയ ബലയുക്തങ്ങളായ മന്ത്രങ്ങളെ കൊണ്ടാണ്, മന്ത്രജപത്തെ കൊണ്ടാണ്, മന്ത്രോപാസനയെ കൊണ്ടാണ് ഈ അജ്ഞാന ആവരണത്തെ നീക്കുന്നത്. ഇവിടെ ശിവാനന്ദലഹരിയിൽ ശിവപാദത്തെ കണ്ടെത്തുന്നു എന്ന് പറയുന്നത് ഏതൊരു ഭക്തനും അവനവൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ച് മനസ്സിലാക്കാം. ശിവനും ശിവയും, ഹരിയും ഹരനും എല്ലാം ഒന്ന് തന്നെ. ആ ഒരു ഭാവനയിൽ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ നാമമന്ത്രങ്ങളെക്കൊണ്ട് തമപ്രദേശത്തെ ഭേദിച്ച് ഭുജഗഭൂഷണം ദിവ്യാശ്രിതം, സർപ്പങ്ങളാൽ അലങ്കരിക്കപ്പെടുന്ന ദിവ്യന്മാരാൽ ആശ്രയിക്കപ്പെടുന്ന
പാദപത്മം തേ പാദപത്മം, നിൻ്റെ പാദപത്മത്തെ യേ ഉദ്വഹന്തി, ആരെടുക്കുന്നുവോ, ആർ നേടുന്നുവോ അവരാണ് ധന്യന്മാർ, കൃതാർത്ഥന്മാർ. കൃതം അർത്ഥം യേന സഹ കൃതാർത്ഥ, ആരാൽ ചെയ്യേണ്ടത് ചെയ്യപ്പെട്ടിരിക്കുന്നുവോ അവനാണ് കൃതാർത്ഥൻ. ഇങ്ങനെ ഭഗവത് സാക്ഷാത്കാരത്തിലേക്ക് ഉയരുന്നവർ കൃതാർത്ഥന്മാരായിത്തീരുന്നു. ഈ നിധിയെ തിരിച്ചറിയാതെ നമ്മൾ കഴിയുന്നു. തിരിച്ചറിയാനുള്ള മാർഗം ഇവിടെ പറഞ്ഞു. അതോടുകൂടി കൃതാർത്ഥതയും കൈവരുന്നു. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. സന്ധ്യാദീപം. ഇനി ദീപാരാധനയ്ക്കായി ക്ഷേത്രസന്നിധിയിലേക്ക് പോകാം. അവിടുത്തെ ഐതിഹ്യങ്ങളും പ്രതിഷ്ഠാവിശേഷങ്ങളും അറിഞ്ഞ് ആരതി തൊഴുതുമടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. നീലക്കൊടുവേലി പൂക്കുന്ന കാനന ഭംഗികളിൽ നിന്ന് ഒഴുകി വരുന്ന അച്ചൻകോവിലാർ ഇവിടെ എത്തുന്നത് വലഞ്ചുഴി ദേവിക്ക് മുന്നിൽ പ്രദക്ഷിണം വയ്ക്കുവാൻ തന്നെയാണ്. അച്ചൻകോവിലാർ ക്ഷേത്രത്തിന് 3 വശങ്ങളിൽ കൂടി വലം വച്ചൊഴുകുന്നത് കൊണ്ടാണ് ഈ പ്രദേശത്തിന് വലഞ്ചുഴി എന്ന പേര് വന്നതും. പത്തനംതിട്ട ജില്ലയിൽ അച്ചൻകോവിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ക്ഷേത്രമാണ് വലഞ്ചുഴി ദേവീക്ഷേത്രം. പ്രകൃതി വരച്ചിട്ട ഹരിതാർദ്രമായ ചിത്രങ്ങളിൽ ഒന്നാണ് വലഞ്ചുഴി ക്ഷേത്രവും ചുറ്റുമുള്ള പ്രദേശങ്ങളും. ഇവിടത്തെ ഭൂമിയും മാനവും മരങ്ങളും പൂക്കളും ഇലകളുമൊക്കെ ദേവീ മന്ത്രം ഉരുവിട്ട് ധ്യാനത്തിലാകുമ്പോൾ അച്ചൻകോവിലാറിന്റെ ആത്മീയ താളങ്ങളിലേക്ക് നോക്കി ദേവിയുടെ ചെറുപുഞ്ചിരി. ഇവിടുത്തെ പ്രഭാതങ്ങളും സന്ധ്യകളും നിലാവുമൊക്കെ സത്യാന്വേഷണത്തിന്റെ ഏകാന്ത സുന്ദര നിമിഷങ്ങളാകുമ്പോൾ ഈ പ്രദേശം ആകെ നിറഞ്ഞു നിൽക്കുന്ന ദേവീ ചൈതന്യം തിരിച്ചറിയുന്ന ഓരോ ആത്മീയ സഞ്ചാരികളും ഈ മോക്ഷഭൂമിയിലേക്ക് തീർത്ഥാടനം നടത്തുന്നു എന്നതാണ് പരമാർത്ഥം. പ്രകൃതിയുടെ സുന്ദരഭൂവിൽ നിൽക്കുന്ന ക്ഷേത്രത്തിന് ലളിതമായ രൂപസൗന്ദര്യമാണ്. അതിപുരാതനമായ ബലിക്കല്ല് ലോഹത്താൽ പൊതിഞ്ഞിരിക്കുന്നു. അകത്ത് നമസ്കാര മണ്ഡപത്തിന്റെ തൂണുകളിലും ലോഹം പൂശിയിരിക്കുന്നത് വളരെ ആകർഷണീയമാകുമ്പോൾ ശ്രീകോവിലിന് മുന്നിലെ പടികളിലും വശങ്ങളിലും ലോകം പൂശിയിരിക്കുന്ന കാഴ്ച ചതുര ശ്രീകോവിലിനെ കൂടുതൽ സുന്ദരമാക്കുന്നു. നമസ്കാര മണ്ഡപത്തിനു മുന്നിൽ നിന്ന് ശ്രീകോവിലേക്ക് നോക്കി വലഞ്ചുഴി ദേവിയെ ദർശിച്ച് ശ്രീകോവിലിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുമ്പോൾ വെയിലൊളികൾ വീണ് സ്വർണപ്രകാശം വിതറുന്ന അഷ്ടദിക്പാലകന്മാരെയും നിർമാല്യധാരിയെയും കാണാം. നാലമ്പലത്തിനു ചുറ്റുമുള്ള പ്രദക്ഷിണ വഴികളിൽ കൂടി നടക്കുമ്പോൾ ചുറ്റുമുള്ള മരങ്ങൾ ഉരുമ്മി വരുന്ന കാറ്റിന് അത്യപൂർവമായ ഔഷധ സുഗന്ധമാണ്. അങ്ങനെ വലഞ്ചുഴി ദേവീ ദർശനം മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയും നിത്യചൈതന്യത്താൽ നിരന്തരം ശുദ്ധീകരിച്ച് സ്വാസ്ഥ്യത്തിൽ എത്തിക്കുന്നു. ആയിരത്തിൽപരം വർഷം പഴക്കമുള്ളതാണ് ഇവിടത്തെ മൂലപ്രതിഷ്ഠ. ക്ഷേത്രോൽപത്തിയെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നു. കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിൽ നിന്നും ഒരു യോഗീശ്വരനാൽ കുടിയിരുത്തപ്പെട്ടതാണ് ഇവിടുത്തെ ചൈതന്യമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൊടുങ്ങല്ലൂരിൽ നിന്നും കൊണ്ടുവന്നതെന്ന് കരുതപ്പെടുന്ന വാളും ചിലമ്പും ഇന്നും ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്.
കാലത്ത് മാരകമായി പടർന്നു പിടിച്ച വസൂരി പോലുള്ള മാരക രോഗങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ വിത്തും കലവും സമർപ്പിക്കുന്നത് ശാന്തി ഹേതുവാണെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു. ഇന്നും രോഗവിമുക്തിക്കായി വിത്തും കലവും വഴിപാടും ഈ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നുണ്ട്. ദക്ഷിണ കേരളത്തിൽ വിസ്തൃതമായ ക്ഷേത്രക്കാവുള്ള ക്ഷേത്രങ്ങളിൽ ഗണനീയ സ്ഥാനമാണ് വലഞ്ചുഴി ക്ഷേത്രത്തിനുള്ളത്. നിബിഡമായ ക്ഷേത്രക്കാവിൽ നിരവധി അപൂർവ ഔഷധങ്ങളും ഇഴജന്തുക്കളും പക്ഷികളും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. സർപ്പദോഷ പരിഹാരങ്ങൾക്കായി തുലാം മാസത്തിലെ ആയില്യം നാളിലെ 100 പാലും വഴിപാട് ഭക്തർക്ക് വിശ്വാസദായകമാണ്. വരെ വെള്ളുവേട്ടുവേലിൽ മഠത്തിന്റെ വകയായിരുന്നു ക്ഷേത്രവും അനുബന്ധ സ്വത്തുക്കളും. 1974 ഈ ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ പ്രമാടം പഞ്ചായത്ത്, മൈലപ്ര പഞ്ചായത്ത്, പത്തനംതിട്ട മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ ഹൈന്ദവർക്ക് എഴുതി നൽകി. ക്ഷേത്രത്തിന്റെ പരിധി 14 കരകളിലായി നിജപ്പെടുത്തി തിരഞ്ഞെടുക്കപ്പെട്ടുവരുന്ന ഒരു ഭരണ സംവിധാനവും തീർത്തു. 14 കരകളിലായി നിവസിക്കുന്ന അമ്മയുടെ ഭക്തരെ സന്ദർശിച്ച് പറ സ്വീകരിക്കുന്ന പതിവും ക്ഷേത്രത്തിലുണ്ട്. ഇക്കാലത്ത് അൻപൊലി, നാണയപ്പറ തുടങ്ങിയ വിശേഷാൽ വഴിപാടുകളും നടത്തപ്പെടുന്നു. മകരമാസത്തിലെ ഭരണിനാളാണ് അമ്മയുടെ തിരുനാൾ. 10 ദിവസം നീണ്ടു നിൽക്കുന്ന കൊടിയേറി ഉത്സവമാണ് പതിവ്. കൊടിയേറി 5-ാം നാൾ മകരഭരണി ദിവസം വെളുപ്പിന് എഴുന്നള്ളത്തിൽ അഭീഷ്ടസിദ്ധിക്കായി ഭക്തർ ഈറനൊടുത്ത് ആപ്പിണ്ടി എഴുന്നള്ളിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ പ്രത്യേകതയാണ്. സന്താനഭാഗ്യത്തിനായി തൊട്ടിലും കുട്ടിയും ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതും മംഗല്യഭാഗ്യത്തിനായി താലി ചാർത്തിക്കുന്നതും വിശേഷാൽ വഴിപാടുകളാണ്. മംഗമാർ സ്വന്തം കൈയാൽ അമ്മയ്ക്ക് നേദ്യം സമർപ്പിക്കുന്ന വലഞ്ചുഴി പൊങ്കാല കുംഭമാസത്തിലെ ഭരണി നാളിൽ നടക്കുന്നു. കുംഭമാസത്തിലെ രാത്രിമഴ പെയ്തു തോർന്ന മഞ്ഞ് നിറഞ്ഞ പ്രഭാതത്തിൽ ക്ഷേത്രാന്തരീക്ഷത്തിലേക്ക് പൊങ്കാലയർപ്പിക്കാൻ ആയിരങ്ങളാണ് ഒത്തുചേരുന്നത്. ക്ഷേത്രത്തിന് മുന്നിലെ ഭണ്ഡാരയടുപ്പിൽ ദേവിക്കുള്ള നിവേദ്യമായ പായസം പാകമാകുമ്പോൾ തന്നെ ക്ഷേത്രാങ്കണത്തിലും അച്ഛൻ കോവിലാറിന്റെ പ്രദക്ഷിണ തീരങ്ങളിലും കൂട്ടിവച്ചിരിക്കുന്ന ആയിരക്കണക്കിന് അടുപ്പുകല്ലുകളിലെ പായസക്കലങ്ങളിൽ അരിയും ശർക്കരയും പഴം നുറുക്കും കൽക്കണ്ടവും നെയ്യും ചേർത്ത് ദേവിയുടെ വഴിപാടുകളിലൊന്നായ പൊങ്കാല അർപ്പിക്കൽ നടക്കുകയായി. ഈ വേളകളിൽ തിടമ്പിലേറിയ ദേവീരൂപം വാദ്യമേളങ്ങളോടെ ക്ഷേത്രം പ്രദക്ഷിണം ചെയ്ത് പൊങ്കാല സമർപ്പിക്കാനെത്തുന്ന ഭക്തജനങ്ങൾക്കടുത്തേക്ക് എഴുന്നള്ളുന്നു. തിടമ്പിലേറി വരുന്ന ദേവിയെ കണ്ട് പൊങ്കാല ദേവിക്ക് മുന്നിൽ നിവേദ്യമായി സമർപ്പിച്ച് ഭക്തജനങ്ങൾ ദർശന പുണ്യം നേടുമ്പോൾ പ്രശസ്തമായ വലഞ്ചുഴി പൊങ്കാലയ്ക്ക് സമാപനമാകുന്നു. കേരളത്തിലെ പടയണി കേന്ദ്രങ്ങളിൽ പ്രഥമഗണനീയമായ സ്ഥാനമാണ് വലഞ്ചുഴി ദേവീക്ഷേത്രത്തിനുള്ളത്. മീനമാസത്തിലെ രേവതി, അശ്വതി നാളുകളിൽ അമ്മയുടെ 14 കരകളിൽ നിന്നും ഭക്തർ അനുഗ്രഹപ്രദായിനിയായ അമ്മയുടെ ഇഷ്ടവഴിപാടായ പടയണിക്കോലം ആഘോഷത്തോടെ എഴുന്നള്ളിച്ച് തപ്പിന്റെ താളത്തിൽ തുള്ളിച്ച് അനുഗ്രഹീതരാവുന്നു.
പച്ചപ്പാളയിൽ പ്രകൃതിയാലുള്ള നിറങ്ങൾ കൂട്ടിച്ചേർത്ത് വരച്ചുണ്ടാക്കുന്ന വിവിധ ദേവതകളാണ് പടയണിക്കോലങ്ങൾ. മീനഭരണി നാളിൽ രാവ് പുലരുന്നതുവരെ നടക്കുന്ന കോലം തുള്ളലിൽ തേങ്ങ മുറിച്ച് ആ വർഷത്തെ ഫലം പറയുന്നതോടെയാണ് ചടങ്ങുകൾ പൂർത്തിയാവുന്നത്. ഒരു കാലത്ത് ഈ മഹാക്ഷേത്രത്തിന്റെ വകയായി ഉണ്ടായിരുന്ന നിലങ്ങളിലെ വിഭവങ്ങൾ ഉപയോഗിച്ച് നടത്തി വന്നിരുന്നതായ ഭരണി സദ്യ ഇന്നും വിപുലമായി കൊണ്ടാടപ്പെടുന്നു. തിരുവാറന്മുളയപ്പന്റെ വള്ളസദ്യയോളം പെരുമയുള്ളതാണ് മേടഭരണിയിലെ ഭരണി സദ്യ. ഈ സദ്യയിൽ പങ്കെടുക്കുന്ന ശ്രീ ഭഗവതിയോടൊപ്പം ദേവാദിദേവകളും എത്തുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. ഈ സദ്യയിൽ പങ്കെടുത്ത് അന്നപ്രസാദം സ്വീകരിക്കുന്നത് പൗർണമി നാളിൽ ഈ ക്ഷേത്ര സങ്കേതത്തിൽ ഭജനമിരുന്നാൽ ആഗ്രഹസാഫല്യം വരുമെന്നതിന് ഇന്നും തെളിവുകളേറെയാണ്. സർവരോഗ നിവാരണിയായ അമ്മയുടെ നിവേദ്യം സ്വീകരിച്ചുകൊണ്ട് അമ്മയുടെ തിരുനാമം ഉരുവിട്ടുകൊണ്ട് ഭജനമിരിക്കുന്നതാണ് പൗർണമി ഭജനം. വിഷു ദിവസം അച്ചൻകോവിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റ് 2 ക്ഷേത്രങ്ങളിലെ ദേവതകളോടൊന്നിച്ചുള്ള കൂടിയെഴുന്നള്ളത്ത് നയനാനന്ദകരമാണ്. താഴൂർ ഭഗവതി, കൊടുന്തറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി എന്നിവരോടൊപ്പം കൊടുന്തറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെത്തി പുലർച്ചെ വിഷു കൈനീട്ടം വാങ്ങിക്കൊണ്ട് മടങ്ങിപ്പോകുന്ന സങ്കല്പം ഒളിമങ്ങാതെ ഇന്നും നടന്നു വരുന്നു. വലഞ്ചുഴി ദേശത്തിന്റെ ആകാശ നീലിമകളിൽ സ്വർണമന്ദാരങ്ങളുടെ നിറം പടർത്തി സൂര്യഭഗവാൻ യാത്ര ചോദിക്കവേ സായാഹ്ന പൂജകൾക്കായി വലഞ്ചുഴി ദേവിയുടെ തിരുനട തുറന്ന് മണികൾ മുഴങ്ങി. ധ്യാനത്തിൽ മുഴുകിയിരുന്ന ഈ മനോഹാരിതയിലെ ഇലകളും പൂക്കളും മരങ്ങളും പുഴയ്ക്കുമീതെ ഉരുണ്ടു വീഴുന്ന ചെറു കാറ്റുമൊക്കെ ദേവിയെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. പ്രകൃതിയും മനുഷ്യനും ആത്മീയതയും സംഗമിക്കുന്ന ഈ ചരാചരങ്ങളുടെ ഓരോ അണുവിലും നിറഞ്ഞു നിൽക്കുന്ന ആനന്ദം, ആത്മാവിന്റെ നീലസരസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ദേവീരൂപത്തെ ഓരോ നിമിഷത്തിലും നമുക്ക് അറിഞ്ഞനുഭവിക്കാൻ കഴിയുന്നത് പോലെ. ദീപങ്ങൾക്ക് നടുവിൽ അലങ്കാര പൂജകൾ കഴിഞ്ഞ് തൂമന്ദഹാസവുമായി നിൽക്കുന്ന സുന്ദരരൂപിണിയായ ദേവി. ഈ ദർശന സൗഭാഗ്യം ഏതോ ജന്മാന്തര പുണ്യം പോലെ ആത്മാവിന് സായുജ്യമാകുമ്പോൾ ദേവി, നിന്റെ പുണ്യദർശനം എന്റെ ആത്മാവിൽ തെളിയിച്ച നിലാവഴികളിലൂടെ പരമാത്മാവിനെ തേടിയുള്ള എന്റെ യാത്ര തുടങ്ങുകയാണ്.